എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ചതും അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞ പ്രകാരമുള്ള ഡേറ്റിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളും എടുത്തു പോയിക്കൊണ്ട് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ അപേക്ഷയിലെ തെറ്റ് ഉള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഓപ്ഷൻ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ മാൻഡേറ്ററി ഫീസ് അടക്കാതിരുന്ന കാരണം അലോട്ട്മെൻറ്റ് നഷ്ടമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും പുതുതായിട്ട് നിങ്ങളുടെ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനും ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾക്ക് പുതിയ അപേക്ഷ നൽകാനും അവസരം. അപ്പോൾ ജൂലൈ 5-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാനുള്ള അവസരമുള്ളത്. അതുപോലെ തന്നെ BA അഫ്സൽ ഉലമ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അപ്പോൾ ആ ഒരു BA അഫ്സൽ ഉലമ കോഴ്സിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നിർദ്ദേശങ്ങൾ പ്രകാരം ബിരുദ പ്രവേശനത്തിനായിട്ട് നൽകിയ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താനും പുതിയ അപേക്ഷകൾ നൽകുന്നതിനും അവസരം. 2024-25 അധ്യയന വർഷത്തെ അഫിലിയേറ്റഡ് കോളേജുകളിലെ ബിരുദ പ്രവേശനത്തിനായിട്ട് അതായത് BA അഫ്സൽ ഉലമ അതായത് BA അഫ്സൽ ഉലമയ്ക്ക് ഇന്ന് വരെ അപേക്ഷിക്കാം. ഇന്ന് രാത്രി വരെ നിങ്ങൾക്ക് BA അഫ്സൽ ഉലമ കോഴ്സിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ അതിനുശേഷം സമർപ്പിച്ച അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താനും ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും 5A അതായത് ജൂലൈ 5-ാം തീയതി വരെ അവസരം ഉണ്ട്. അതുപോലെ തന്നെ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനായിട്ട് അപേക്ഷകർ തങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കറക്ഷൻ ഓർ റീകൺസിഡറേഷൻ ഫീസ്, കറക്ഷൻ എന്ന് പറഞ്ഞാൽ അപേക്ഷയിലെ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. റീകൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ നിങ്ങൾ മാൻഡേറ്ററി ഫീസ് അടക്കാത്തത് കാരണം ആ ഒരു സീറ്റ് അലോട്ട്മെൻറ്റ് നഷ്ടമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് കറക്ഷൻ ഓർ റീകൺസിഡറേഷൻ ഫീ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് 200 രൂപ അടച്ച ശേഷം നിങ്ങൾക്ക് ബന്ധപ്പെട്ട നിങ്ങളുടെ ഡോക്യുമെൻസിൻ്റെ എല്ലാം കോപ്പി അതുപോലെ തന്നെ ഫീസ് അടച്ചതിൻ്റെ റിസീപ്റ്റ് എന്നിവ സഹിതം 5/A/2024 തീയതിക്കകം UGSWS@kannuruni.ac.in എന്ന ID-യിലേക്ക് ഇമെയിൽ അയക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങൾ പുറത്തായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള അവസരം എന്ന് പറയുന്നത് വിവിധ കാരണങ്ങളാൽ ബിരുദ പ്രവേശനത്തിന് അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്തായിട്ടുള്ളവർക്ക് 3ാമത്തെ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുന്നതിനായിട്ട് അപേക്ഷകർ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കറക്ഷൻ ഓർ റീകൺസിഡറേഷൻ ഫീ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് 200 രൂപ അടച്ച ശേഷം 5/A/2024 തീയതിക്കകം UGSWS@kannuruni.ac.in എന്ന ഇമെയിൽ ID-യിലേക്ക് ഇമെയിൽ ചെയ്യേണ്ടതാണ്. കോളേജിൽ പ്രവേശനം നേടാത്തവർക്ക് ഓപ്ഷനുകൾ മാറ്റുന്നതിന് അവസരം. അത് കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജുകളിലെ 2024-25 അധ്യയന വർഷത്തിലെ ബിരുദ പ്രവേശനത്തിനായിട്ട് നൽകിയ അപേക്ഷയിലെ ഓപ്ഷനുകൾ മാറ്റുന്നതിന് വിദ്യാർത്ഥികൾക്ക് ജൂലൈ 1 മുതൽ ജൂലൈ 5-ാം തീയതി വരെ അവസരമുണ്ട്. കോളേജിൽ പ്രവേശനം നേടിയവർക്ക് പ്രസ്തുത അവസരത്തിൽ ഓപ്ഷനുകൾ മാറ്റുവാനായിട്ട് സാധിക്കുന്നതല്ല. പ്രസ്തുത അപേക്ഷകർക്ക് സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കുന്നതിന് വേണ്ടി ഓപ്ഷനുകൾ മാറ്റാൻ സാധിക്കുന്നതാണ്. അതായത് ആ ഒരു സമയത്ത് അവസരം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ അതുപോലെ അപേക്ഷയിൽ എഡിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ വല്ല കറക്ഷൻസോ അല്ലെങ്കിൽ ഓപ്ഷൻസോ വല്ല കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം മാൻഡേറ്ററി ഫീസ് അടക്കാതിരുന്ന വിദ്യാർത്ഥികൾ ആയിരുന്നെങ്കിൽ മാത്രമാണ് ഈ ഒരു കാര്യം എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ BA അഫ്സൽ ഉലമ കോഴ്സിലേക്കുള്ള അപേക്ഷയുടെ രജിസ്ട്രേഷൻ ഇന്നാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.